ചില സമയത്ത് ഏത് കറി കൂട്ടിയാലും വായിക്ക് രുചിയായിട്ട് തോന്നില്ല. അതുപോലെ നോൺ വെജ് ഒക്കെ ആണെന്ന് വെച്ചാൽ കൂട്ടി മടുത്തിരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു മെഴുക്ക് പുരട്ടി കൂട്ടിയിട്ട് നിറയെ വയറ് നിറയെ ചോറുണ്ണ് എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വയറ് നിറയെ ചോറുണ്ണുകയും ചെയ്യും. അപ്പോൾ വീഡിയോ കണ്ടാലോ? ഹായ്, അമൃസ്വായുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ദേ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനിയും നല്ല എരിവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒരെണ്ണം കൂടെ എടുത്ത് കൊടുക്കാം. പിന്നെ അതല്ലെങ്കിൽ വറ്റൽമുളക് എടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഡെയിലി കറികളും മീൻ വറുത്തതും ഒക്കെ കൂട്ടി ചോറുണ്ണണം നമുക്ക് ഇത് മാത്രം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ അതിന് വേണ്ടി എടുക്കുന്നത് ഒരു ക്യാപ്സിക്കാണ്. ഇത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് വളരെ നൈസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നീളം കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ നടു ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ചിക്കനും ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ക്യാപ്സിക്കം സ്റ്റോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ എഗ് റൈസ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് സമയമില്ല എന്ന് പറയുന്ന സമയത്തും, അതുപോലെ കുട്ടികളൊന്നും കഴിക്കണില്ല, അവർക്ക് എരിവ് അല്ലെങ്കിൽ പ്രായമായവർക്ക് എരിവ് കൂടണു എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതുപോലെ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി നോക്കിയേ. കുട്ടികളും കഴിക്കും, നമ്മളും കഴിക്കും. എന്തിനും കുട്ടികൾ പറയുന്നത്, നമ്മളും കഴിക്കും. ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കും. നമ്മൾ വയറിന് സുഖമില്ല, എന്താവോ എന്നും കറികളൊക്കെ കൂട്ടി കഴിച്ചിട്ട് കഴിക്കാം, ഒന്നും വേണ്ട എന്ന് പറയുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇത് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പം ഞാൻ എണ്ണ ചൂടായി അതിൽ ഇച്ചിരി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, കടുക് കൂട്ടി കഴിയുമ്പോൾ ഉഴുന്ന് പരിപ്പ്, ഇത് മസ്റ്റാണ് കേട്ടോ. ഇത് കറിക്ക് ആ മെഴുക്ക് പുരട്ടിക്ക് ഒരു ടേസ്റ്റ് കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഇനി നിങ്ങൾക്ക് വറ്റൽമുളക് വേണമെങ്കിൽ 2 ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം കൂടി ഇടാം കേട്ടോ. ഒരുപാട് നേരം വഴറ്റണ്ട, കാരണം ക്യാപ്സിക്കം നന്നായി വഴന്ന് കിട്ടാനുള്ളതാണ്. അപ്പം അതിൻ്റെ ഒപ്പം ഉള്ളിയും കൂടെ വഴന്നോളും. ചില സമയത്ത് ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൂട്ടി ചോറിനൊരു സുഖം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക സുഖം തന്നെയാണ്. അപ്പം നമ്മുടെ ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. 5 മിനിറ്റ് പോലും വേണ്ട നമുക്കിതൊന്ന് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് കറികളൊന്നുമില്ല, ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, ചില സമയത്ത് നമുക്ക് എത്ര കറി ഉണ്ടായാലും ഒന്നും വായിക്ക് രുചിയായിട്ട് തോന്നില്ല. അപ്പോൾ ആ ടൈമിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ 2-3 തവണ നമുക്കൊന്ന് മൂടി വെച്ച് തുറന്ന് നോക്കി ഒന്നും കൂടെ ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വയ്ക്കുക. ഒരു 2-3 പ്രാവശ്യത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ തീ സിമ്മിൽ വയ്ക്കുക, ഒരുപാട് കൂട്ടി വയ്ക്കരുത്, പെട്ടെന്നായി കിട്ടും. ഇനി മെഴുക്ക് പുരട്ടിക്ക് ഒന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കറിക്ക് സപ്പോർട്ടിങ് കറി ആയിട്ടും ഇത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ക്യാപ്സിക്കം മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ജലത്തിൻ്റെ അംശം വല്ലതുണ്ടെന്ന് വെച്ചാൽ മൂടി തുറന്ന് വെച്ചിട്ട് ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കത് വറ്റി കിട്ടും കേട്ടോ. കാണുമ്പോൾ തന്നെ തോന്നുന്നില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണെന്ന്. നമ്മൾ ഡ്രാഗൺ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് ഈ ക്യാപ്സിക്കം തനിയെ എടുത്ത് കഴിക്കും, കുട്ടികളാണെങ്കിലും നമ്മളാണെങ്കിലും അല്ലേ. അപ്പോൾ അതേപോലെ ഈ ക്യാപ്സിക്കം കൊണ്ട് ഇതുപോലൊരു മെഴുക്ക് പുരട്ടി നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. പ്രായമായവർക്കൊക്കെ എരിവും പുളിയൊന്നും അത്ര ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നന്നായി ഇഷ്ടപ്പെടും, ചോറ് നിറയെ കഴിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ കുട്ടികളും കേട്ടോ, കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയ ചോറ് മുഴുവനും കഴിക്കും. അത്ര ടേസ്റ്റിയാണ്, വളരെ സിമ്പിളും അല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.